ഓണല്ലേ, ഇതാ കണ്ണൂരിലെ മഞ്ഞ് കൊട്ടാരം സ്നോ വേൾഡ് എക്സിബിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ പോലീസ് മൈതാനത്താണ് സ്നോ ലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അന്റാർട്ടിക്കയിലെ ആ മഞ്ഞിൻ്റെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അവിടെ കയറാൻ 120 രൂപയാണ്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റുണ്ട്. 12,000 ചതുരശ്ര അടി വിസ്തീർണത്താലാണ് ഈ ഒരു എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. ഐസ് സൈക്കിൾ കേവ് എന്നാണ് ഇതിൻ്റെ പേര്. ഐസ് സൈക്കിൾ കേവ് എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ അവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഗട്ട്, സോട്ടോ സിഡ്, എലി, ഡിറ്റോ, മാനി, ബക്ക് എന്നിവയെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ നല്ല രീതിയിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 8 തരം പെൻഗ്വിനുകളെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മാമോത്തുകളുണ്ട്, എലിമെൻറ്റുകളുണ്ട്, വേട്ടയാടുന്ന നായ്ക്കളുണ്ട്, ഐസ് ടൈഗറുകളുണ്ട്, പോളാർ കലടിയുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു എക്സിബിഷനാണെന്ന് പറയാം. കാരണം 120 രൂപയേ ഉള്ളൂ. മാത്രമല്ല മൊത്തത്തിൽ AC-യുടെ തണുപ്പാണ്. അതൊരു ഫീലിംഗ് തന്നെയാണ്. അന്റാർട്ടിക്കയിലെ മഞ്ഞിൻ്റെ അനുഭവിച്ചവർക്ക് അറിയായിരിക്കും, കമൻറ്റായി രേഖപ്പെടുത്തട്ടോ. അതുപോലെ നമുക്കൊരു ഫീലിംഗ് കിട്ടും. അതിൻ്റെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞുകൾക്ക് പോലെ അവിടെ തെർമോക്കോളിൻ്റെ ചെറിയ ചെറിയ പൊട്ടുകളാണ് ഉള്ളത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എക്സിബിഷനാണ്. 120 രൂപയ്ക്ക് മുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. പോയവർ കമൻറ്റ് ചെയ്യുക, പോകാനുള്ളവർ എത്രയും പെട്ടെന്ന് പോവുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്റ്റാളുകൾ, നമ്മൾ പണ്ട് പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാളുകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് കളറടിക്കാൻ ആൽഫബറ്റിക് മാജിക് ബുക്ക്, കളറിംഗ് ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ബുക്കായിരുന്നു. 100 രൂപയാണ് അതിൻ്റെ എമൗണ്ട്. കുഴപ്പമില്ല, കുട്ടികൾക്ക് പെട്ടെന്ന് കയറിപ്പോവുകയും ചെയ്യില്ല. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബോർഡ് തന്നെയാണ് ഇതിൻ്റെ ഇത്. അതുപോലെ തന്നെ നല്ല കളർഫുള്ള് തന്നെയാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ മാജിക് വാട്ടർ ബുക്ക് വാങ്ങിയിരുന്നു. പേന ഉണ്ടാവും. ആ പേന നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ പേന എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. വ്യത്യസ്തമായ പഴയകാല മിഠായികൾ ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണ നമ്മൾ ഫെസ്റ്റിവലിൽ കാണുന്ന ആ രീതിയിലുള്ള വൈബുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പിൽ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോസുകൾ 5 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിക്കറാക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ ഒരു കപ്പ് റെഡിയാക്കിയിരുന്നു. 250 രൂപയാണ് ഇതിലുള്ളത്. അവിടെ തന്നെ കീ ചെയിൻ ഉണ്ട്, അപ്പുറം ഇപ്പുറം ആക്കിയിട്ടുള്ള കീ ചെയിൻ ഉണ്ട്. അതിനും ചെറിയ എമൗണ്ടേ ഉള്ളൂ, 150 130 രൂപയിലാണ് ഉള്ളത്. എന്തായാലും കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാവുന്ന കുറേ ഫുഡ് കോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ തുടക്കമായതുകൊണ്ടാണ് ആളുകൾ കുറഞ്ഞത്. മാത്രമല്ല ഞാൻ പോയ സമയത്ത് ചെറിയൊരു മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന റൈഡുകളെല്ലാം ഇനി കുട്ടികൾക്കെല്ലാം നല്ല വെറൈറ്റി റൈഡുകളുണ്ട്. എന്തായാലും നിങ്ങൾ പോവുക, അടിച്ചു പൊളിക്കുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. താങ്ക് യു.